രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേതസേ രഘുനാഥായ നാഥായ സീതായ പതേ നമഃ. കൂജന്തൻ രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ. നമസ്കാരം. സനാതന ധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള നാദശ്രീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, രാവണനാൽ അപഹരിക്കപ്പെട്ടതായ സീതയെ അന്വേഷിച്ചുകൊണ്ട് വാനരരും മറ്റും നടക്കുമ്പോൾ സ്വയം പ്രഭയുടെ ഗുഹയിലെത്തി സ്വയം പ്രഭ വിശിഷ്ടങ്ങളായിട്ടുള്ള പാനീയങ്ങൾ, പഴവർഗ്ഗങ്ങൾ, പല അത്ഭുതങ്ങളും അതിനകത്തുണ്ടായിരുന്നു എന്നാണ്. വിശ്വകർമാവിൻ്റെ പുത്രിയായിട്ടുള്ള ഹേമ അനുഗ്രഹിച്ച് തന്നതാണെന്നും ശ്രീരാമനെ ഭജിച്ച് ബദരി ആശ്രമത്തിലേക്ക് പോകാൻ പറയുകയൊക്കെ ചെയ്തു. ഭഗവാനെ ഭക്തിയോട് കൂട്ടി സ്തുതിച്ചു. ബദരിയിലേക്ക് പോവുകയും ചെയ്തു. നിങ്ങൾക്ക് വേണ്ട പോലെ മെനക്കെടുകയാണെങ്കിൽ സീതയെ കണ്ടെത്താൻ പറ്റും എന്നൊരു ആശ്വാസവാക്യവും പറഞ്ഞു. അംഗദാദികളൊക്കെ വളരെ അധികം ദുഃഖിച്ച് ഇരിക്കുകയാണ്. നമുക്കിത് കാണാൻ പറ്റുമോ? എവിടെയാണ്? ഇത്രയായി മാസം ഒന്ന് കഴിയാറായിരിക്കണം. ഈ സമയളവിനിടയ്ക്ക് സീതയെ കണ്ടിട്ടില്ലെങ്കിൽ വധിക്കും എന്ന് സുഗ്രീവൻ പറഞ്ഞിട്ടുണ്ട്. സുഗ്രീവൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യും. വെറുതെ വാക്കുമാത്രം പറയണ ആളല്ല. അങ്കദൻ പറഞ്ഞു, നമുക്ക് ഇവിടെ തന്നെ കൂടിയാലോ, അങ്ങോട്ട് പോയാലല്ലേ വധിക്കുള്ളൂ, അല്ലാതെ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. തീർച്ചയായിട്ടും നമ്മൾ വധിക്കപ്പെടും. നന്നായി സുഖിച്ചു വസിക്കാം വയം ശിരം സർവസൗഭാഗ്യതമന്വിതമായൊരു ദിവ്യപുരം മധു ദേവലോകോപമം. ദേവലോകത്തിന് തുല്യമായിട്ടുള്ള ഈ സ്ഥലത്ത് തന്നെ അങ്ങോട്ട് കൂടിയാലോ. അങ്കദം പറയാം. അപ്പോൾ ചെല്ലൊക്കെ പറയും, എന്തൊരു ദുർവിചാരം യോഗ്യമല്ലിതം അന്ധകാരങ്ങൾ നിനയായവനാരുമേ. ഈ മാതിരി വിഡിത്തം ആരെങ്കിലും പറയുമോ? ഇവിടെ നമ്മൾ സീതയെ കാണാതിരുന്നാൽ സുഗ്രീവൻ ഇവിടെ എത്തില്ല എന്നാണോ വിചാരം? ഇവിടെ എല്ലാത്തിൻ്റെ അപ്പുറത്ത് പോയി ഒളിച്ചാലും സുഗ്രീവൻ നമ്മളെ കണ്ടു വധിക്കും. അതുകൊണ്ട് ഇവിടെ വസിക്കുന്നതിൽ ഒരർത്ഥമില്ല. നമ്മൾ സീതയെ അന്വേഷിച്ച് കണ്ടുപിടിക്കുകയാണോ വേണ്ടത്. ആകയാൽ ഭീതി ഭവാൻ ഒരു നാളുമേ രാഘവൻ പക്കൽ നിന്നുണ്ടായി വരാ സഖേ. ഒരു കാര്യം കൂടി പറഞ്ഞു അങ്കദൻ. എന്നോട് ശത്രുതയുണ്ടായ സുഗ്രീവന്, ബാലിപുത്രനല്ലേ, ബാലിയോടുള്ള ശത്രുത എന്നോടുള്ള ശത്രുതയായിട്ട് മാറിക്കൂടാന്നില്ല. അതുകൊണ്ട് എന്തായാലും ഞാനില്ല എന്നൊക്കെയാണ് പറഞ്ഞു. ശാഖാമൃഗാധിപനായ സുഗ്രീവനും ഭാഗവതോത്തമൻ വൈരമില്ലാരിലും. അപ്പോൾ പറഞ്ഞു ചിലരൊക്കെ, ഇങ്ങനെയുള്ള ചിന്താഗതികൾ ശരിയല്ല. രാഘവനാണ് ഇപ്പോൾ സുഗ്രീവനെ നിയന്ത്രിക്കുന്നത്. രാഘവൻ അങ്ങനെ ഒരാളോട് ദേഷ്യമുണ്ടോ? ശല്യല്ലോ. സുഗ്രീവനെ ഒരാൾ ഉപദ്രവിക്കാൻ അനുവദിക്കുകയുമില്ല. അതുകൊണ്ട് അങ്കദ, ആ വക പേടിയൊന്നും സുഗ്രീവനെ നിനക്ക് വേണ്ട. ചെറിയച്ഛനല്ലേ ഒന്നുമില്ലെങ്കിൽ. അതുകൊണ്ട് സീതയെ അന്വേഷിച്ച് കണ്ടെത്താൻ ശ്രമിക്കുകയാണ് നമ്മൾ ബുദ്ധിപൂർവ്വം ചിന്തിക്കുമ്പോൾ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഒരു രക്ഷയില്ല. സുഗ്രീവൻ നമ്മളെ ഇവിടെ വന്ന് വധിക്കും. നമ്മളെന്തിനാ അങ്ങോട്ട് പോകണം? സുഗ്രീവൻ ഇങ്ങോട്ട് വരാൻ കഴിയില്ലേ? വൈകുണ്ഠവാസി മുകുന്ദൻ ദയാപരൻ മർത്യനായ വന്നിങ്ങവതരിച്ചിടിനാൻ വൃത്യവർഗം നാം പരിചരിച്ചിടുവാൻ ഭർത്തൃനിയോഗേണ വാനരവേഷമായ വൃത്തിയിൽ വന്ന് പിറന്നിരിക്കുന്നതും. അറിവുള്ള ജാമ്പവാൻ മുതലായിട്ടവരൊക്കെ പറഞ്ഞു കൊടുത്തു. ഇതൊക്കെ വെറുതെ ഉള്ള ഒരിത് മാത്രമല്ല, ഇതിനകത്തൊക്കെ ഈശ്വര പ്രേരണകളുണ്ട്. നമ്മളൊക്കെ ദേവാംശങ്ങളാണ്. ദേവാംശങ്ങളായിട്ട് നമ്മളിവിടെ വാനന്മാരായിട്ട് പറഞ്ഞത് ശ്രീരാമചന്ദ്രൻ്റെ ദാർഷ്യവേല ചെയ്യാനാണ്. അപ്പോൾ ഇതൊക്കെ മാറ്റാൻ പറ്റുമോ? ഈശ്വര വിഷയങ്ങളെ എവിടത്തേക്കെങ്കിലും ആർക്കെങ്കിലും മാറ്റാൻ പറ്റുമോ? അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ വേണ്ടത്, ഒരുപാട് ഈശ്വര തപസ് കൊണ്ടാണ് നമുക്ക് ഭഗവാന്റെ ദാസ്യ സ്ഥാനം കിട്ടിയത്. ഇതേ അന്വേഷിക്കണം. കശ്യപപുത്രിയെ നോക്കി ദുതം ദക്ഷിണവാരിധി തീരം മനോഹരം ബുക്ക് മഹേന്ദ്രാചല ഇന്ദ്രപദം മുതാ. മഹേന്ദ്രാചലം എന്ന് പറയപ്പെടുന്ന എവിടെ നിന്നാണോ ഹനുമാൻ ചാടിയത്, അവിടെ നിന്നിട്ട് അത്ര ചാടി. അവിടെ പോയി സമുദ്രം കാണായി അവർക്ക്. തിമി, നക്രം, ചക്രം മുതലായിട്ടുള്ളതൊക്കെ നിറഞ്ഞ സമുദ്രതീരത്ത് വന്നങ്ങനെ കിടന്നപ്പോൾ വിചാരിച്ചു, ഈശ്വര, ഇതിനെ കടക്കുക എന്ന് പറഞ്ഞാൽ നടന്ന തന്നെ.
നക്രചക്ര ജഷാകുലം മുതല, പാമ്പ്, ജലജീവികൾ, അതിഗംഭീരമായിട്ടുള്ള തിരമാലകൾ കണ്ടില്ലേ അടിക്കണ കണ്ടുവര്. ഈശ്വര, ഇതിനെ ആർക്കെങ്കിലും അപ്പുറത്തേക്ക് കിടക്കാൻ പറ്റുമോ? ഇത് കടന്നിട്ട് വേണം സീതാദേവിയെ കണ്ടെത്താന്ന് വെച്ചാൽ നടന്നത് തന്നെ. പലരും നിരാശയായി. ആ ജടായുവിൻ്റെ ഒരു ഭാഗ്യം എന്നേ പറയാനുള്ളൂ. ഭഗവാന്റെ മടിയിൽ കിടന്ന് മരിക്കാനുള്ള ഭാഗ്യം കിട്ടി. നമുക്കോ സുഗ്രീവൻ്റെ കൈ കൊണ്ടല്ലേ മരിക്കേണ്ടി വരിക. ജടായു എന്ന വാക്ക് കേട്ടപ്പോൾ അതാ ആകാശത്ത് നിന്ന് ഒരു പക്ഷിശ്രേഷ്ഠൻ ആദ്യം ചിന്തിച്ചത്, പക്ഷമില്ലാതോരെനിക്ക് ദൈവം ബഹുഭക്ഷണം തന്നത് ഭാഗ്യമല്ലോ ബലാൽ. എന്തിനീ ഈ കഴുകുകൾ കൊത്തി തിന്നൂലോ. കഴുകവംശമാണ് ജടായു. സമ്പാദി ജടായുടെ സഹോദരനാണ് സമ്പാദി, ചേട്ടൻ. ആ സമ്പാദിയാണ് എനിക്ക് തിന്നാനുള്ള ഭക്ഷണം ഭഗവാൻ തന്നതാണ്. അദ്രി ഇന്ദ്രതുല്യയാരോയ ഗൃദ്ധാധിപൻ തത്തരം കൊത്തി വിഴുങ്ങും എല്ലാരെയും നിർബലൻ നാം മരിച്ചിടുമാറായതു. ഇത് കണ്ടപ്പോൾ ആനന്മാർ മനുഷ്യ സുഗ്രീവൻ്റെ കൈ കൊണ്ടല്ല ഇപ്പോൾ മരണം എന്നാ തോന്നണം. ഇവൻ നമ്മളെ വധിക്കും, സംശയമില്ല. അതുതന്നെയാണ് അവൻ്റെ ഉദ്ദേശം. ഇതാ അടുത്തേക്ക് വരുന്നുണ്ട്. രാമകാര്യത്തെയും സാധിച്ചതില്ല നാം, സ്വാമിയുടെ ഹിതവും വന്നതില്ലല്ലോ. ഈശ്വര, നമ്മുടെ ജന്മം വ്യർത്ഥമായി. ഈ പക്ഷിയെ കൊണ്ട് മരിക്കാനാണോ നമ്മുടെ യോഗം? അങ്ങനെ ജടായുവിനെ പറ്റി ഇവർ സംസാരിച്ചു, ജടായുവിൻ്റെ ഭാഗ്യം എന്നൊക്കെ. അപ്പോൾ ഈ ഗൃധ്രൻ കൊഴുകി ചോദിച്ചു, കർണ പീയൂഷ സമാനമാം വാക്കുകൾ ഷന്നതാരിന്നു ജടായു എന്നിങ്ങനെ. ആരാ അവിടെ ജടായുവിൻ്റെ വർത്തമാനം പറയണം? ജടായുവിനെ അറിയോ നിങ്ങളൊക്കെ? എങ്കിൽ ജടായുവിൻ്റെ വൃത്താന്തം പറയുക. ആര് കൊന്നു അവനെ? നിങ്ങളിൽ ആരെങ്കിലും ആണോ? എന്നാൽ നിങ്ങൾ ജീവിക്കില്ല. അല്ലെങ്കിൽ ആരാ കൊന്ന അറിയും, അതായാലും പറഞ്ഞാൽ മതി. ജടായുവായിട്ട് നിങ്ങൾക്കുള്ള ബന്ധം എന്താണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കണം. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ ശ്രീരാമചന്ദ്രൻ്റെ ദൂതന്മാരാണ്. അവർ പറഞ്ഞേച്ചിട്ട് സീതാന്വേഷണത്തിന് പോണവരാണ്. ജടായുവിൻ്റെ കണ്ട ജടായു സീത അപഹരിക്കപ്പെട്ട സമയത്ത് രാവണനെ എതിർത്തപ്പോൾ ചിറക് മുറിച്ചു ജടായു മരിക്കുകയുണ്ടായത്. അല്ലാണ്ട് ഞങ്ങളൊന്നും അല്ല ജടായുവിനെ കൊന്നത്. വേറെ ബന്ധമൊന്നും ജടായുമായിട്ട് ഞങ്ങൾക്ക് ഇല്ല താനും എന്നൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു, ശ്രീരാമചന്ദ്രൻ്റെ ഭക്തന്മാരാണ്, അത്തരം വാനന്മാരാണ് നിങ്ങളെങ്കിൽ ഞാനും ഭാഗ്യവാനാണ്. അപ്പോൾ കവികൾക്ക് തോന്നി അവരെ ഉപദ്രവിക്കാനല്ല ഈ കഴുക് വരുന്നതെന്ന് തോന്നണു. ശ്രീരാമനെ ബഹുമാനമുള്ള ആളാണല്ലോ. അപ്പോൾ അവർ രാമഭക്തന്മാരെ ഉപദ്രവിക്കുമോ? ലേശൊരു ആശ്വാസം അവർക്കുണ്ടായി. അവരുടെ പൂർവ്വവൃത്താന്തം സമ്പാദി പറയണം. സൂര്യനെ ലക്ഷ്യമാക്കി പറന്നു ഞാനും അനുജനായ ജടായു. ജടായു എൻ്റെ അനുജനാണ്. സൂര്യാതപം ഏറ്റ് ചിറക് കരിഞ്ഞ അവനെ രക്ഷിക്കാൻ വേണ്ടി, ചിറക് കരിഞ്ഞിട്ടല്ല, അങ്ങനെ സംഭവിക്കാതിരിക്കാൻ, സൂര്യാതപം ഏറ്റ് കരിയാതിരിക്കാൻ, ജടായുവിനൊന്നും സംഭവിക്കാതിരിക്കാൻ സമ്പാദി പറഞ്ഞു, ഞാൻ എൻ്റെ ചിറക് കൊണ്ട് അവനെ സൂര്യപ്രകാശത്ത് മറച്ചു. അതുകൊണ്ട് അവൻ രക്ഷപ്പെട്ടു. എൻ്റെ ചിറക് കരിഞ്ഞത് നിങ്ങൾ കാണുക. എല്ലാ ചിറകും കരിഞ്ഞു പോയി, 2 ചിറകുള്ളതൊക്കെ കരിഞ്ഞു പോയി, എല്ലാ ഭാഗവും. ഞാൻ താഴത്തേക്ക് പതിച്ചു. പിന്നെ അതിലേ വഴിയുള്ളൂ. ജടായുവിനെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ചിറകുകളെല്ലാം സൂര്യനെ ദഹിപ്പിക്കാൻ കൊടുത്ത പോലെ ആയി. അങ്ങനെ അവിടെ കുറച്ചു കാലം ആ വിന്ധ്യപർവ്വതത്തിൽ സ്ഥിതി ചെയ്തപ്പോഴാണ് നിശാകരൻ എന്ന് പറഞ്ഞിട്ടൊരു മഹർഷി അവിടെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അദ്ദേഹത്തോട് പറഞ്ഞു, അദ്ദേഹം എന്നെ കണ്ടപ്പോൾ എന്ത് നിനക്ക് സംഭവിച്ച സമ്പാദി? നീ ശക്തനാണല്ലോ, എൻ്റെ ചിറകൊന്നും അങ്ങനെ പോകാൻ വഴിയില്ല. പറഞ്ഞുണ്ടായ കാര്യമൊക്കെ പറഞ്ഞു. സൂര്യ ആതപമേറ്റിട്ടാണ് എൻ്റെ ചിറക് പോയത്. മഹർഷി, എനിക്ക് എന്തെങ്കിലും ഇനി പറക്കാറാവുമോ? ഓരോരോ ജീവികൾക്കും അവരുടെ പ്രധാനമായിട്ടുള്ള ഒരു അവയവത്തിനോടുള്ളൊരു കമ്പം പൊതുവേ ശരീരത്തോട് ഉണ്ടാവും. പക്ഷികൾക്കോ പക്ഷം. പക്ഷികൾക്ക് ഏറ്റവും പ്രിയം പക്ഷം ഓർക്ക നീ, ദേഹികൾക്ക് ഏറ്റവും പ്രിയം ദേഹം ഓർക്ക നീ. കലാമേളത്തിലത്തെ ഓരോ പ്രയോഗങ്ങളാണ്. ദേഹികൾക്ക് അവരുടെ ദേഹം കഴിച്ചിട്ടല്ലേ ബാക്കിയൊക്കെ ഉള്ളൂ. പക്ഷികൾക്കോ അവരുടെ ചിറകുമ്പിലാണ് അവരുടെ എല്ലാവിധ ഇതും നിലനിൽക്കണം. ഒരു പ്രോവർബ് തന്നെ പറയും, ഒരു വൃക്ഷത്തിൻ്റെ മുകളിലിരിക്കുന്ന പക്ഷി ആ കൊമ്പ് പൊട്ടിയാൽ ഒട്ടും പരിഭ്രമിക്കണില്ല. കാരണം ഇറ്റ്സ് കോൺഫിഡൻസ് ഈസ് ഓൺ ഇറ്റ്സ് വിങ്സ്. പൊട്ടിയാൽ പറന്നാൽ പ്രവർത്തിക്കാണ്ടിരിക്കും. ഇത്രേ ഉള്ളൂ. നമ്മളോ ആ നമ്മളിരിക്കണ കൊമ്പ് പൊട്ടി അങ്ങനെ കീഴ്പ്പെട്ട് ചാട് അയ്യോ ചതിച്ചു എന്ന് പറയില്ലേ.
ഒരു ചതിക്കലും ഇല്ല. അതിൻ്റെ കോൺഫിഡൻസ് അതിൻ്റെ വിങ്സിലാണ്. നിന്ന് പറഞ്ഞാൽ പ്രതികാണ്ടിരിക്കും, വേറെ ഒന്നും അതിന് സംഭവിക്കണില്ല. ഒരു പാഠം കൂടിയാണ് അത്ര അത്. ചിറകുമ്പിലാണ് നമുക്ക് ഇപ്പോഴും കോൺഫിഡൻസ് ഉണ്ടാവുന്നത്. സാഹചര്യങ്ങൾ എങ്ങനെയോ ആക്കോട്ടെ, എങ്ങനെ പോയാലും അതിനെയൊക്കെ ചിറകുകൊണ്ട് അതിജീവിക്കണ പോലെ. അപ്പോൾ ആ ചിറകിന് നല്ല സ്ഥാനമുണ്ട് പക്ഷിക്ക്. അപ്പോൾ ചന്ദ്രമാസ മഹർഷി ഈ നിശാകര മഹർഷി കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ദേഹമാണ് എല്ലാ ദുഃഖത്തിനും കാരണം. ദേഹമല്ല, ദേഹം ബോധം. ദേഹമല്ല, ശരിക്കും ദേഹം എന്നുള്ള ബോധമാണ് നമുക്ക് ദുഃഖത്തെ തരുന്നത്. ദേഹം ദുഃഖത്തെ തന്നോളന്നില്ല. എന്തോ ആയിക്കോട്ടെ, അതിനെ എന്നും ദുഃഖമായിട്ടല്ല നമ്മൾ എടുക്കണം വെച്ചാൽ നമുക്ക് ദുഃഖം ഉണ്ടാവുമോ? അപ്പോൾ ദുഃഖം എവിടുന്ന? ദുഃഖം മനസ്സെന്നാണ് വരുന്നത്, ഒരിക്കലും ദേഹത്തുനിന്നല്ല. അതിന് ദേഹം കാരണമാവണു എന്നേ ഉള്ളൂ. എന്നിട്ട് ജീവൻ്റെ തത്വങ്ങളൊക്കെ നിശാകര മഹർഷി പറഞ്ഞു കൊടുത്തു. നമ്മൾ സാധാരണ ഒരു രക്തബിന്ദുവായിട്ട് ഗർഭപാത്രത്തിലേക്ക് പ്രവേശിക്കണു, വളർന്ന് ദശാഹേനത് കർക്കണ്ടു, പിന്നീട് കർക്കന്തു എന്ന രൂപത്തിലായിട്ട് മാറുന്നു 5 ദിവസം കൊണ്ട്. പഞ്ചമാസം കൊണ്ടു ഷട്ടമാസേ പുന പല്ല് നഖം മുതലായിട്ടതൊക്കെ 4 മാസത്തിൽ വരും. 5-ാം മാസത്തിൽ സ്ത്രീ പുരുഷ ഭേദം ഉണ്ടാവും. 7-ാമത് അറിവുണ്ടാവും. ഇങ്ങനെ ക്രമേണ വർദ്ധിക്കുന്ന ആ ഭ്രൂണം 9-ാമത്തെ മാസത്തിൽ ഭൂമിയിലേക്ക് വരും. 7-ാം മാസത്തിൽ തത്വജ്ഞാനം ഉണ്ടാവും. അത്രേ വയറിലിരിക്കുമ്പോൾ, ഗർഭത്തിലിരിക്കുമ്പോൾ 10,100,000 ജോലികളിൽ ജനിച്ചത്ര കർമ്മങ്ങൾ അനുഭവിച്ചേനകം പുത്രധാരാദിബന്ധുക്കൾ സംബന്ധവും എത്ര 100,000 കോടി കഴിഞ്ഞതു, എത്രയോ ജന്മം. പുനരഭിജനനം പുനരഭിമരണം പുനരഭിജനനീ ജഡരേ ശയനം. അങ്ങനെ ജനിച്ചിട്ടും മരിച്ചിട്ടും ജനിച്ചിട്ടും മരിച്ചിട്ടും സംസാര ദുഃഖം അനുഭവിച്ചിട്ടും ഒരു അറിവുണ്ടായിട്ട് ഇതിന് രക്ഷപ്പെടണം എന്ന തോന്നൽ ഉണ്ടാവണുണ്ടോ ആർക്കെങ്കിലും? വിഷ്ണുസ്മരണവും ചെയ്തുകൊണ്ടില്ല ഞാൻ, കൃഷ്ണ കൃഷ്ണേന് ജപിച്ചിയിലൊരിക്കലും. ആ ഗർഭത്തിലിരുന്ന് താൻ ഈശ്വരഭജനം ചെയ്യാത്തതായിട്ടതിനെയൊക്കെ അങ്ങനെ ഓർക്കും. ആ ബലമാണ് ദുഃഖമായിട്ട് ഞാനിപ്പോൾ അനുഭവിക്കുന്നത്. തൽബലമെല്ലാം അനുഭവിച്ചിടുന്നതിപ്പോൾ ഇവിടെ കിടന്നു ഞാനിങ്ങനെ. ആ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ചിന്തിക്കും 7-ാം മാസത്തിൽ ഇനി ഈ ഭൂമിയിൽ വന്നാൽ ഞാൻ ഈശ്വരഭജനമല്ലാണ്ട് മറ്റൊന്നും ചെയ്യില്ല. നാരായണസ്വാമി തന്നെ ഒഴിഞ്ഞു മറ്റാരെയും പൂജിക്കയില്ല ഞാൻ എന്നുമേ. ത്യാദി ചിന്തിച്ചു ജീവനും ഭക്തിയാ ഭഗവത് സ്തുതി തുടങ്ങിനാൻ. ശരാ, ഇനി പുറത്തേക്ക് വന്നാലെങ്കിൽ അങ്ങേ മറക്കാൻ എനിക്ക് ഇടവരരുതേ. സദാ ഈശ്വരചിന്തയോട് കൂടി ജയിച്ച് ഇനി ജന്മത്തിനൊരു അവസാനം ഉണ്ടാക്കണം. മതിയായി ഈ ജനനമരണം എന്ന് 7-ാം മാസത്തിൽ മാത്രം തോന്നും. ഇങ്ങോട്ട് പുറത്തേക്ക് വന്നാലോ എല്ലാം മാറി. സച്ചിന്മയം സകലാത്മകമീശ്വരം സത്യം സനാതനം നിത്യം നിരുപമം തത്വമേകംബരം നിർഗുണം നിർക്കളം സച്ചിന്മയം. അങ്ങനെയൊക്കെ ഭഗവാനെ ചിന്തിക്കും എന്നൊക്കെ വിചാരിക്കുക. ശ്രീരാമദേവ കഥാമൃത മാഹാത്മ്യമാരാലുമോർത്താൽ അറിയാവതല്ലേതും. രാമനാമാമൃതത്തിന് സമാനമായി മാമകേ മാനസേ മറ്റു തോന്നിയിലഹു. രാമമന്ത്രൻ രാമകഥ, അതിന് തുല്യം ഈ ലോകത്തിലൊന്നുമില്ല. നിങ്ങൾ രാമഭക്തന്മാരായിട്ട് നിങ്ങളുടെ ഭാഗ്യം. ഏതൊരാൾക്ക് ഈശ്വരസ്മരണ കൊണ്ട് ജന്മത്തെ ഇല്ലാണ്ടാക്കാം, ദുഃഖത്തെയും ഇല്ലാണ്ടാക്കാം. അതുകൊണ്ട് ആ സീതയെ കൊണ്ടുപോയിരിക്കുന്നത് രാവണനാണ്, ലങ്കയിലാണ് വസിക്കുന്നത്. ആ സീതയെ കണ്ടെത്താൻ നിങ്ങളിൽ ഒരാൾക്ക് സാധിക്കും. അത് ഞാൻ പറയാം. ആരാണ് എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല, ഇത് ഉറപ്പാണ്. ബാധിക്കുക ചില ഒരു കൂട്ടം അറിവുകളൊക്കെ ഉണ്ട് ഞാനും. അത് നിങ്ങളിലൊരാൾ അതിന് സമർത്ഥനാണ്. കണ്ടുപിടിക്കണം. ആ കടമ നിങ്ങൾക്കാണ് ബാധ്യത. കണ്ടെത്തി ഏനകേന പ്രകാരേണ ഏത് മാർഗവിധേനയും നിങ്ങളിൽ ആർക്ക് കഴിയുമെന്ന് സ്വയം ചിന്തിച്ച് ചർച്ച ചെയ്ത് കണ്ടെത്തുക. ഒരാൾക്ക് കഴിയും, ഉറപ്പാ. നാമസ്മൃതി കൊണ്ടു സംസാരവാരാനിധിയെ കടക്കുന്നിതേവരും. രാമഭാര്യാലോകനാർത്ഥമായി പോകുന്ന രാമഭക്തന്മാരാം നിങ്ങൾക്കൊരിക്കലും സാഗരത്തെ കടന്നിടുവാനേ ഏതുമൊരാകുലമുണ്ടാകയില്ലൊരു ജാതി. രാമനാമൊക്കെ അങ്ങോട്ട് ജപിച്ചാൽ സംസാരമാകുന്ന സാഗരമാണത്ര ഏറ്റവും വലിയ സാഗരം. അതും കൂടി കടക്കാം.
പിന്നെ അത് നിസ്സാരമായിട്ടുള്ള ഈ സമുദ്രം തരണം ചെയ്യാനാണോ വിഷമം? അതുകൊണ്ട് തീർച്ചയായിട്ടും ഏതൊരു നാമം കൊണ്ട് സാധിക്കാനായിട്ട് പറ്റും, സംസാരത്തെ കടക്കാനായിട്ട് പറ്റും. ആ നാമഭക്തന്മാരായ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സമുദ്രം കടക്കാം. എന്നാമസ്മൃതി മാത്രതോ അപിരിമിതം സംസാരവാരാനിധിം തീർത്ത ഗച്ഛതി ദുർജനോ വിപരമം വിഷ്ണോപദം ശാശ്വതം. രാമനാമം കൊണ്ട് സമുദ്രമല്ല, സംസാരമാണ് കിടക്കുന്നത്. എന്നിട്ടോ ഭഗവത് പദത്തിലെത്താൻ വിഷ്ണോപദം ശാശ്വതം, ശാശ്വതമായിട്ട് വിഷ്ണുപദത്തിലെത്താനായിട്ട് കഴിയും. തസ്യേ ഭക്തിധികാരിണ തിജഗതാം രാമസ്യ ഭക്ത. 3 ലോകത്തിൻ്റെ ഈ നാഥനായിട്ടുള്ള രാമഭക്തന്മാരായിരിക്കുന്ന നിങ്ങൾക്ക് സമുദ്രം കിടക്കാനാണോ വിഷമം? യൂയം കിം ന സമുദ്രമാത്ര തരണേ ശക്താകഥം വാനരാം. അയ്യോ വാനരന്മാരെ, നിങ്ങൾക്ക് എന്താണ് പിന്നെ ഇതിന് സാധിക്കാതിരിക്കുക? അതുകൊണ്ട് തീർച്ചയായിട്ടും വേണ്ട പോലെ ചിന്തനം ചെയ്യുക. അങ്ങനെയായാൽ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും ഏതൊരാൾക്കാണ് നിങ്ങൾക്ക് കിടക്കാനായിട്ട് സാധിക്കുക. അങ്ങനെ അവർ ചിന്തിക്കാൻ തുടങ്ങി. ഓരോരുത്തരും അവരവർക്ക് ചാടാവുന്ന ദൂരം എത്രയുണ്ട് എന്നൊന്ന് പറയുക. അപ്പോൾ 100 യോജന ചാടുന്ന ആൾക്കാണ് സമുദ്രം കിടക്കാൻ പറ്റുക. അവരുടെ സൂത്രം കണ്ടു. അത് എങ്ങനെ കണ്ടുപിടിക്കുക എന്നാവും നമുക്ക് പെട്ടെന്നൊരു തോന്നൽ. വാനരന്മാർക്ക് അതിനുള്ള ഔചിത്യവും ബുദ്ധിയൊക്കെ ഉണ്ട്. വെറുതെ എല്ലാവരെയും ഭൃത്യന്മാരായിട്ട് ഭഗവാൻ സ്വീകരിച്ചത്. എന്നാൽ ഒരു കാര്യമുണ്ട്, അത് കണ്ടുപിടിക്കണമല്ലോ. അങ്ങനെ കണ്ടുപിടിക്കുക, അതിനൊരു ഉപകരണമൊന്നുമില്ല. അപ്പോൾ ഓരോരുത്തരും പറയും, നിങ്ങൾ എത്ര ദൂരം ചാടാമെന്നുണ്ട് പറയുക. അപ്പോൾ 100 യോജന ചാടുന്നത് ആരോ അവരെന്നെയാവും. കടക്കാനുള്ള ആൾ ഒരാൾക്ക് കടക്കാൻ എന്തായാലും പറ്റുമെന്നും പറഞ്ഞു. എന്നിങ്ങനെ പറഞ്ഞ് പ്രത്യേകം ഉച്യതാം, നിങ്ങൾ പറയുവിൻ ആർക്കാണ് കിടക്കുക. ചിത്തെ നിരൂപിച്ചു നിങ്ങളുടെ ബലം പ്രത്യേകം ഉച്യതാം ഉദ്യോഗപൂർവകം. എത്രയൊക്കെ ചാടാം. ചാടാമെനിക്ക് 10 യോജന വഴി. ഒരാൾ പറഞ്ഞു എനിക്ക് 10 പറ്റൂ, വേറൊരാൾ 20, 30, 40. ജാമ്പവാൻ പറഞ്ഞു ഞാൻ ഈ ഭൂമിയെ മുഴുവൻ പ്രദക്ഷിണം വെച്ചു ഒരു കാലത്ത്. 100 യോജന അങ്ങോട്ട് ചാടാൻ, പക്ഷേ ഇങ്ങോട്ട് ചാടാൻ പറ്റില്ല. അങ്ങോട്ട് ചാടാം എനിക്കെന്ന നിർണയം, ഇങ്ങോട്ട് പോരുവാൻ ദണ്ഡമുണ്ടാകില്ല. ഇങ്ങോട്ട് വരാൻ പറ്റില്ല. അങ്ങോട്ട് ചാടിയിട്ട് ഇങ്ങോട്ട് വരാണ്ട് അവിടെ കൂടിയിട്ട് സീതയെ കണ്ടോ അറിയില്ല, കണ്ടില്ല എന്ന് അറിയില്ല, വല്ല കാര്യമുണ്ടോ? വയസ്സായതുകൊണ്ട് അങ്ങോട്ടേ ചാടാൻ പറ്റൂ, ഇങ്ങോട്ട് ചാടാനുള്ള ശക്തിയില്ല. ചുരുക്കം ഈ പറഞ്ഞവർക്ക് ആർക്കും 100 യോജന അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് വരാനുള്ള കഴിവ് ഇല്ല. അപ്പം ജാമ്പവാൻ പറഞ്ഞു, സംസാരസംഭവ നന്ദനൻ ചൊല്ലിനാൻ. സഹസ്രസംഭവ നന്ദനൻ ജാമ്പവാൻ. എന്തു ജഗൽപ്രാണനന്ദനൻ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നതേതും പറയാതെ കുണ്ടനായി തന്നെ ഇരുന്ന് കളകയോ കണ്ടില്ല നിന്നെ ഒഴിഞ്ഞു മറ്റാരെയും. ഹനുമാൻ ഒരു കാര്യം ഇപ്പോൾ തീർച്ചയായി, ആർക്കാണ് ചാടാൻ പറ്റാതിരിക്കുക എന്ന് പറഞ്ഞാലും മതി, രണ്ടും കണക്കിനെ. അപ്പോൾ അതല്ലാത്തവർ ചാടാൻ പറ്റണ ആളാണെന്ന് ആയില്ലോ. ചാടാൻ പറ്റണവർ പറഞ്ഞിട്ടില്ലെങ്കിൽ വേണ്ട, ചാടാൻ പറ്റാത്തവരൊക്കെ എനിക്ക് ചാടാൻ പറ്റില്ല എന്നിപ്പോൾ ഇവിടെ പറഞ്ഞു. അപ്പോൾ എത്ര ചാടാം എന്നൊന്നും മിണ്ടാത്തൊരാൾ ഇപ്പോൾ ഇതിലാരാ? ഹനുമാൻ അങ്ങാണ്. അപ്പോൾ ഉറപ്പാണ് അങ്ങൊക്കെയാണ് ഇതിനുള്ള നിയോഗം എന്നിപ്പോൾ ഇതാ മനസ്സിലാക്കിയിരിക്കണം. ദാക്ഷായണീ ഗർഭ പാത്രസ്ഥനായൊരു സാക്ഷാൽ മഹാദേവ ബീജമല്ലോ ഭവാൻ. മഹാദേവൻ്റെ ബീജത്തെ വായുദേവൻ അഞ്ജന എന്ന അപ്സരസിൻ്റെ ഗർഭത്തിലാക്കിയിട്ടാണ് ഹനുമാൻ്റെ ജനനം എന്ന് പറയുക. ബീജം ശിവൻ്റെയാണ്, വായുവാണത് അഞ്ജനി ഗർഭത്തിലാക്കിയത്. കേസരിയാകിയ വാനരനാഥന്, കേസരി എന്നുള്ള ഒരാളുടെ പുത്രനാണ്, അങ്ങനെയും പറയും. അച്ഛൻ കേസരിയാണ്, കേസരിക്ക് ഉണ്ടായതാണ് എന്നും പറയുന്നു. വലിയൊരു അസുരൻ്റെ ശംഭസാധനൻ അവനെ ഹനിച്ച ആളാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങക്കിത് ചെയ്യാനായിട്ട് സാധിക്കും. അഞ്ജസ ജാതനായി വീണ നേരം ഭവാൻ 500 യോജന മേൽപോട്ട് ചാടിയതും ഞാൻ അറിഞ്ഞിരിക്കുന്നതു മാനസേ. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ സൂര്യൻ്റെ നേർക്കൊരു പഴമാണ് എന്ന് വിചാരിച്ച് അങ്ങ് ചാടി ഇന്ദ്രൻ്റെ വജ്രായുധമേറ്റിട്ട് ചുണ്ട് മുറിഞ്ഞതുകൊണ്ട് ഹനുമാൻ, താടി മുറിഞ്ഞതുകൊണ്ട് ഹനുമാൻ എന്ന പേരും അങ്ങേക്കുണ്ടായി. അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും നാംനാ ഹനുമാൻ ഇവൻ എന്നു സാദരം, ഹനുമാൻ എന്നതുകൊണ്ട് പേരുണ്ട്, അങ്ങേക്കിട്ട് സാധിക്കും. അപ്പോൾ പണ്ടൊരു കഥയുടെ പിൻബലത്തിലൊരു സംഗതി ഉണ്ട്. എന്താ വെച്ചാൽ ഹനുമാൻ്റെ ശക്തി വേറൊരാൾ പ്രശംസിച്ചാലേ ഹനുമാനും ബോധ്യമാവൂ എന്നാണ്. അന്ന് വീണ് കിടക്കുകയാണ്.
ഹനുമാൻ്റെ ഇന്ദ്രൻ്റെ വജ്രായുധേറ്റ് വീണ് കിടന്നോടത്ത് തൻ്റെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു. അത്രേ ഹനുമാൻ അത്ര ശക്തനാണ്, പക്ഷെ അതൊക്കെ പോയി. പക്ഷെ ഇനിയൊരു കാലം വരും, ഏത് കഷ്ടകാലവും സ്ഥിരമാവില്ല എന്ന്, അവധി ഉണ്ടാവും. ഒക്കെ അതൊന്ന് പഠിക്കേണ്ട പാടാ. അന്ന് ഒരാൾ എന്നെ പ്രശംസിക്കും, അപ്പോൾ ആ നഷ്ടപ്പെട്ട വീര്യം കഴിവ് മുഴുവൻ നിനക്കുണ്ടാവും. സീതാന്വേഷണത്തിന് പുറപ്പെട്ടതായിട്ടുള്ള സമയത്ത് ശ്രീരാമചന്ദ്രൻ തൻ്റെ മോതിരം കൊടുത്തത് ഈ ഹനുമാൻ്റെ കയ്യിലാണ്. ഇത്രയധികം 60,000 കവീശ്വരന്മാരുണ്ടാവുമ്പോൾ എന്തേ ഹനുമാൻ്റെ കയ്യിൽ മാത്രം? ചിന്തിക്കേണ്ട വിഷയമാണ് ഈ മോതിരം കൊടുക്കാൻ കാരണം. അങ്ങാണ് ലങ്കയിലെത്താൻ പോകുന്നത്, ഉറപ്പല്ലേ? അതുകൊണ്ട് ചിന്തിച്ചാൽ അങ്കുലീയം അതും എന്തിനെന്നോർക്ക നീ, ത്വൽബല വീരവേഗങ്ങൾ വർണ്ണിപ്പതിന്നി പ്രപഞ്ചത്തിങ്കലാർക്കുമാമല്ലിടൂ. ഹനുമാൻ്റെ ഉപാസകർക്ക് തന്നെ അനവധി ശക്തി ഉണ്ടാവണമെന്നാണ്. അപ്പം ഹനുമാൻ്റെ ശക്തി എത്ര വേണം? ഉപാസത്തിന് ആ ദേവതയുടെ ഒരു അംശമാണ് ഉപാസന കൊണ്ട് കിട്ടുന്നുള്ളൂ. ഒരു വണ്ടി എങ്ങനെയൊക്കെ കയറ്റാൻ ശ്രമിച്ചിട്ടും കയറാതെ ഉണ്ടായ ഒരു അനുഭവം മംഗലാപുരത്തടുത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇത്ര ആൾ കൂടിയിട്ടും അത് കയറുന്നില്ല, വണ്ടി കുഴിപ്പെട്ടു. ഒരാൾ മാറിയിരുന്നൊക്കെ പറഞ്ഞു ഞാനൊന്ന് നോക്കട്ടെ പറഞ്ഞു. ഇയാൾ സർവശക്തി ആഞ്ഞു വരച്ചപ്പോൾ വണ്ടി കയറി ഒറ്റയ്ക്ക്. 10-12 ആൾ കൂട്ടി പറ്റാത്ത വണ്ടി എങ്ങനെയാ നിനക്ക് കയറ്റാൻ പറ്റി? ഹനുമാൻ്റെ ഉപാസന എനിക്കുണ്ട്. ഞാൻ പണിയെടുത്ത് ജീവിക്കുന്നതാണ്, എനിക്ക് ശക്തിയാണോ വേണ്ടത്. ശക്തിക്കായിക്കൊണ്ട് ഞാൻ ഹനുമാനെ ഉപാസിക്കുന്നു. അതുകൊണ്ടാണ് ഈ വണ്ടി എനിക്ക് കയറ്റാൻ സാധിച്ചത്. കഥ പറഞ്ഞു കേട്ട കഥയാണത്. അപ്പോൾ ഹനുമാൻ്റെ ഉപാസന കൊണ്ട് നമുക്ക് ഏത് കഷ്ടത്തിലാണ് നമ്മൾ പെട്ടതെങ്കിൽ, ഏത് കട്ടായാലും അതിന്ന് കരകയറാനൊരു മാർഗം ഉണ്ടാവുന്നതാണ്. ഇതിന് പ്രത്യേകത ഉണ്ട് ഹനുമാൻ എന്നാണ്. ഇതങ്ങോട്ട് കേട്ടു ഹനുമാന് തൻ്റെ ആ ശക്തിയിൽ അങ്ങോട്ട് വിശ്വാസം ഉറച്ചു. ഇത്തം വിധിസുതൻ ചൊന്ന നേരം, ജാമ്പവാൻ പറഞ്ഞ നേരത്തെ വായുപുത്രനും ഉത്ഥായ സത്വരം പ്രീതനായി. അവിടുന്ന് ഇങ്ങോട്ട് എണീറ്റു. ബ്രഹ്മാണ്ടമാശ കുലുങ്ങുമാറൊന്നവൻ സമ്മതാൽ സിംഹനാദം ചെയ്തരുളിയുന്ന ആ മർത്തിയിട്ടൊരലർച്ച. വാമനമൂർത്തിയെ പോലെ വളർന്നവൻ ഭൂമിധരാകാരനായി നിന്നു ചൊല്ലിനാൻ. ഗംഭീര രൂപത്തോടു കൂടിയിട്ട് മഹേന്ദ്രാചലത്ത് നിന്നിട്ട് അങ്ങനെ പറഞ്ഞു, ലംഘനം ചെയ്ത് സമുദ്രത്തെയും പിന്നെ ലങ്കാപുരത്തെയും ഭസ്മമാക്കി ക്ഷണാൽ രാവണനെ കുലത്തോട് മുടുക്കി ഞാൻ ദേവിയെയും കൊണ്ടുപോരുന്നവനെന്നുമേ. ഈ സമുദ്രം അപ്പുറത്തേക്ക് കിടന്ന് രാവണനെ വധിച്ച് സീതാദേവി ലങ്കയെ ഒന്നിച്ച് കയ്യിലെടുത്ത് കൊണ്ട് ലങ്കയെ ഭസ്മാക്കുന്നവരാണ്. ലങ്കാപുരത്തെയും ഭസ്മമാക്കി സീതാദേവിയെ കൊണ്ടുവരും. അല്ലായെങ്കിലോ ദശകണ്ഠനെ ബന്ധിച്ച് മെല്ലവേ വാമകരത്തിലെടുത്തുടൻ ദശരഥനെ ചുരുട്ടിക്കൂട്ടും ഞാൻ പറയുക. ദേഷ്യം വന്നാൽ നമ്മൾ ചുരുട്ടിക്കൂട്ടും ഞാന്ന് പറയും അല്ലേ? ചവിട്ടിക്കൂട്ടുക, ചുരുട്ടിക്കൂട്ടുക. കൂട്ടിക്കൂടത്രയത്തോട് ലങ്കാപുരത്തെയും കൂടെ വലത്തുകരത്തിലാക്കിക്കൊണ്ടൊരാമാന്തിയെ വെച്ച് കൈതൊഴുതിയിടുവൻ. എനിക്കിതൊന്നും പ്രശ്നമല്ല, രാമാങ്കുലീയമൻ കയ്യിലുണ്ടാകയാൽ. രാമനാമമോതിരം എൻ്റെ കയ്യിലുള്ളിടത്തോളം കാലം ആർക്കും എന്നെ തോൽപ്പിക്കാനും കഴിയില്ല. ഉദ്ദേശിച്ച ലക്ഷ്യം ഞാൻ നേടുകയും ചെയ്തു. കേട്ടു സമയത്ത് പറഞ്ഞു, ദേവിയെ കണ്ടു തിരികെ വരിക, നീ രാവണനോട് എതിർത്തിയിടുവാൻ. പിന്നെ അവിടെ നിൽക്കട്ടെ, നീ ആദ്യം പറഞ്ഞ കാര്യം ചെയ്യേ. സീതാദേവിയെ കണ്ടുവരിക, മോതിരം അർപ്പിക്കുക. അത് കഴിഞ്ഞിട്ടാവാം നമുക്ക് രാവണ വിജയോ രാവണവധോ ഒക്കെ എന്നങ്ങനെ പറഞ്ഞ് ജാമ്പവാൻ സമുദ്രലംഘനത്തിനുള്ള പ്രേരണ ഹനുമാന് നൽകുകയാണ്. ശ്രീരാമകാര്യാർത്ഥമായല്ലോ പോകുന്നു, ആശീർവചനവും ചെയ്തു. കവികുലം ആശു പോകെന്ന് വിധിച്ചോരനന്തരം വേഗേന പോയി മഹേന്ദ്രത്തിൻ മുകളേറി നാഗാരിയെപ്പോലെ നിന്നു വിളങ്ങിനാൻ. ഗരുഡൻ എന്നർത്ഥം. നാഗാരി ഗരുഡൻ, നാഗൻ പാമ്പ്, ഗരുഡൻ പാമ്പിൻ്റെ ശത്രു. എങ്ങനെ കിഷ്കിന്ധാകാന്ഡം അവസാനിച്ചു. ഇവിടെ സുന്ദരകാന്ഡമാണ്. സുന്ദരകാന്ഡത്തിന് ദൂതകാന്ഡം. സുന്ദരൻ എന്ന് പറഞ്ഞാൽ ദൂതൻ, സംസ്കൃതത്തിൽ അങ്ങനെ അർത്ഥമുണ്ട്. ഇവിടെ ആരംഭിക്കണു സമുദ്രലംഘനത്തെക്കുറിച്ച് ഓർക്കണം. രണസുന്ദര ലവണ ജലനിധി ചതകയോജന വിസ്തൃതം ലംഘിച്ചു ലങ്കയിൽ ചെല്ലുവാൻ മാരുതി മനുജ പരിവൃഢ ചരണനളിന യുഗളം മുത ഭാരസേ ചിന്തിച്ചുറപ്പിച്ചു നിശ്ചല കവിവരരോട് അമിത ബലസഹിതം ഉഴ ചെയ്തിതോ
കണ്ടുകൊള്ളുവിൻ നിങ്ങളെങ്കിലെല്ലാവരും എന്നങ്ങനെ പറഞ്ഞ് സമുദ്രലംഘനത്തിന് ഉറപ്പിച്ച് തയ്യാറെടുത്ത് അങ്ങനെ നിൽക്കുകയാണ്. ഊർജ്ജനയനെ കണ്ണൊക്കെ മേപ്പെട്ട് പിടിക്കണം, അല്ലെങ്കിൽ കണ്ണ് കിടന്ന് ഉരുളിത്രേ ശക്തിയായിട്ട് ആകാശത്ത് കൂടെ പോകുമ്പോൾ കൈയൊക്കെ 2 കാലും കൂട്ടി ഒതുക്കണം, അല്ലെങ്കിൽ കാല് പരന്നാലും വലിയ അബദ്ധങ്ങളുണ്ടാവും. അങ്ങനെ ആ ലങ്കയിലേക്കാണ് പോണയിലിടയ്ക്കാണ് മാർഗവിഘ്നം സുരസ നടത്തുന്നു, മൈനാകത്തെ കാണുന്നു, ശിംഹികയെ ഇടിച്ച് കൊല്ലുന്നു. അങ്ങനെ ലങ്കയിലേക്ക് പ്രവേശിക്കുന്ന രംഗങ്ങളൊക്കെ സുന്ദരകാന്ഡം. അടുത്ത ഭാഗങ്ങൾ പൂർവന്റാമതപോവനാധിഗമനം മത്വാ മൃഗങ്കാഞ്ചനം വൈദേഹീകരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീനിഗ്രഹണന്തമുത്തരണം ലങ്കാപുരീദാഹനം പശ്ചാത്രാവണകുംഭകർണനിധനം ഏതത്യ രാമായണം രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദേ നമ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.